Hello guys, welcome back to StarLiveTech. ഇന്ന് നമ്മൾ Redmi K30 Ultra എന്ന സ്മാർട്ട് ഫോണിന്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഷവോമിയിൽ നിന്ന് ലേറ്റസ്റ്റ് ആയി ഇപ്പോൾ ഇറങ്ങിയ ഒരു സ്മാർട്ട് ഫോണാണ് Redmi K30 Ultra. ചൈനയിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്, ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഡിവൈസിന്റെ ഒരു സ്പെക് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ആദ്യം നമ്മൾ ഈ ഒരു ഡിവൈസിന്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുന്ന സമയത്ത് 6.67 ഇഞ്ചിന്റെ ഒരു ഫുൾ HD പ്ലസ് റെസൊല്യൂഷനിൽ വരുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് ഈ ഡിവൈസിൽ വരുന്നത്. നമുക്ക് ഈ ഒരു ഡിവൈസിൽ ഒരു പോപ്പപ്പ് സെൽഫി ക്യാമറയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേയിൽ ഒരു പഞ്ചോ കട്ടോ നോച്ചോ അങ്ങനത്തെ ഒരു കാര്യവും അവൈലബിൾ അല്ല. ഒരു കംപ്ലീറ്റ് ഡിസ്പ്ലേ നമുക്ക് ഈ ഡിവൈസിൽ വരുന്നുണ്ട്. 87.2% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് നമുക്ക് ഈ ഡിവൈസിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഡിവൈസിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ HDR10+ന്റെ സപ്പോർട്ടും അവൈലബിൾ ആണ്. 1080x2400 പിക്സൽസ് ആണ് ഈ ഡിവൈസിന്റെ സ്ക്രീൻ റെസൊല്യൂഷൻ. 395 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയുമാണ് ഈ ഡിവൈസിൽ വരുന്നത്. അതോടൊപ്പം 500 നിറ്റ്സ് ബ്രൈറ്റ്നസ് ആണ് ഈ ഡിവൈസിൽ വരുന്നത് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇനി ഈ ഡിവൈസിന്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗോറില്ല ഗ്ലാസിന്റെ 5 ആണ് ഈ ഡിവൈസിന്റെ ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. അതോടൊപ്പം അലുമിനിയം ഫ്രെയിമുമാണ് ഈ ഡിവൈസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഡിവൈസിന്റെ ഓവറോൾ ബോഡി വെയിറ്റ് വരുന്നത് 213 ഗ്രാംസ് ആണ്. ഇനി നമ്മൾ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് മീഡിയാടെക്കിന്റെ ഡൈമെൻസിറ്റി 1000+ എന്ന ചിപ്സെറ്റ് ആണ് ഡിവൈസിൽ വരുന്നത്. അതോടൊപ്പം ആൻഡ്രോയിഡ് 10 ബേസിൽ MIUI 12 ആണ് ഈ ഡിവൈസിന്റെ യൂസർ ഇന്റർഫേസ് വരുന്നത്. ഷവോമിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള UI ആണ് ഈ ഡിവൈസിൽ നമുക്ക് ലഭിക്കുന്നത്. മാലി G77 MC9 ആണ് ഈ ഡിവൈസിന്റെ GPU വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ 4 വേരിയൻസിലാണ് വരുന്നത്. ബേസ് വേരിയന്റ് വരുന്നത് 6GB റാമും 128GB ഇന്റേണൽ സ്റ്റോറേജുമാണ്. പിന്നെ 8GB 120GB അതോടൊപ്പം 8GB 256GB അതോടൊപ്പം 8GB 512GB വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഡിവൈസിന്റെ ക്യാമറയെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് റിയർ സൈഡിൽ വരുന്നത്. നമ്മുടെ Redmi K30 Pro ഡിവൈസുകളിൽ കണ്ട ഒരു സർക്കുലർ ക്യാമറ മോഡ്യൂൾ തന്നെയാണ് ഈ ഡിവൈസിലും വരുന്നത്. പ്രൈമറി സെൻസർ 64 മെഗാപിക്സൽ ആണ്. f1.9 ആണ് അപ്പർച്ചർ വരുന്നത്. അതോടൊപ്പം 13 മെഗാപിക്സലിലെ ഒരു അൾട്രാ വൈഡ് ലെൻസ് ഉണ്ട്. അതിൽ നമുക്ക് 119 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു 5 മെഗാപിക്സലിലെ ടെലിഫോട്ടോ മാക്രോ ലെൻസ് ഉണ്ട്. അതോടൊപ്പം 2 മെഗാപിക്സലിലെ ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. നമ്മുടെ പോക്കോ F2 Proയിൽ കണ്ട ഒരു 8K വീഡിയോസ് ഈ ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. മാക്സിമം റെസൊല്യൂഷൻ വരുന്നത് 4K ആണ്. പിന്നെ ഈ സ്മാർട്ട് ഫോണിൽ 20 മെഗാപിക്സലിലെ ഒരു സിംഗിൾ സെൽഫി ക്യാമറയാണ് വരുന്നത്. അതൊരു പോപ്പപ്പ് സെൽഫി ക്യാമറയാണ്. പിന്നെ നമ്മൾ ഈ ഡിവൈസിന്റെ ബാറ്ററിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4500 mAh ഒരു ബാറ്ററിയാണ് ഈ ഡിവൈസിൽ വരുന്നത്. അതോടൊപ്പം 33 വാട്ട്സിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 4500 mAh കപ്പാസിറ്റി ബാറ്ററി 100% ചാർജ് ചെയ്യാൻ ഏകദേശം 58 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. USB Type-C പോർട്ടാണ് ഈ ഡിവൈസിൽ വരുന്നത്. 3.5mm ഓഡിയോ ജാക്ക് നമുക്ക് ഈ ഡിവൈസിൽ വരുന്നില്ല. അതോടൊപ്പം ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും അവൈലബിൾ ആണ്. ഈ ഒരു ഡിവൈസ് നമുക്ക് മൂൺലൈറ്റ് വൈറ്റ്, അതുപോലെ തന്നെ മിഡ് നൈറ്റ് ബ്ലാക്ക്, മിന്റ് ഗ്രീൻ എന്നീ 3 കളർ വേരിയൻസിലാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഓവറോൾ നമ്മുടെ Redmi K30 Ultra എന്ന സ്മാർട്ട് ഫോണിന്റെ ഫീച്ചേഴ്സ്. പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് ചൈനയുടെ ഈ ഡിവൈസിന്റെ പ്രൈസ് വരുന്നത് ബേസ് വേരിയന്റ് ആയ 6GB 120GB പ്രൈസ് വരുന്നത് 1999 യുവാൻ ആണ്. ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 21,500 രൂപയാണ് പ്രൈസ് വരുന്നത്. പിന്നെ പല ലീക്സും പറയുന്നത് ഈ ഒരു ഡിവൈസ് പോക്കോ F2 ആയിട്ട് ഇന്ത്യയിലേക്ക് വരും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഷവോമിയുടെ Mi 10 Ultra എന്ന സ്മാർട്ട് ഫോണും അതുപോലെ തന്നെ റെഡ്മിയുടെ K30 Ultra എന്ന സ്മാർട്ട് ഫോണും ചൈനയിൽ മാത്രമാണ് അവൈലബിൾ ആയിരിക്കും എന്നുള്ള കാര്യമാണ്. ഗ്ലോബലി ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ മിക്കവാറും ഈ ഒരു ഡിവൈസ് ചൈനയിൽ മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്, ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതയില്ല. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോയുടെ വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.